ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക്. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മരണമടഞ്ഞ നമ്മുടെ സുധി, കൊല്ലം സുധി എന്ന കലാകാരൻ്റെ വൈഫ് രേണു സുധി, അവർ ബിഗ് ബോസിലേക്ക് എൻട്രി കിട്ടി എന്നുള്ളതാണ് വാർത്ത. അപ്പം ചിലപ്പോൾ എനിക്ക് ഈ വാർത്തകളെല്ലാം ഇങ്ങനെ വരുന്നത് കൊണ്ട് ചിലപ്പോൾ അവരുടെ എൻട്രി തന്നെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇത് കോൺഫിഡൻസ് ആയി വെക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് ബിഗ് ബോസിലേക്ക് പോകുന്നു എന്നുള്ളത്. പക്ഷെങ്കിൽ അതൊരു കോൺഫിഡൻസ് ആയിട്ട് തന്നെയാണ് അവർ വെച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പലയിടത്തും അവരുടെ ഈ ആറ്റിറ്റ്യൂഡും അല്ലെങ്കിൽ അവരുടെ ഈ പെട്ടെന്നുള്ള വാർത്തകളും പെട്ടെന്നുള്ള ഈ വീഡിയോസും ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ പറ്റും എൻട്രി കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. അതേ സംബന്ധിച്ച് രണ്ടുമൂന്ന് കാര്യങ്ങൾ പറയാനുള്ളതാണ്. ഈ ബിഗ് ബോസിലേക്ക് രേണു സുധി പോയാൽ 100% ഒരുപക്ഷെ നെഗറ്റീവ് ആയിട്ടോ അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് വരുന്നതായിരിക്കും. അത് 100% ഉറപ്പാണ്. ഒന്നെങ്കിൽ ഈ നല്ല ഇമേജോടെ തിരിച്ചു വരും, അല്ലെങ്കിൽ ഈ ഉള്ള ഇമേജിൻ്റെ കൂടെ ഒരു നെഗറ്റീവ് എന്തെങ്കിലും 1% ഉണ്ട്, അതിൻ്റെ കൂടെ ഒരു 100% കൂടി 100% നെഗറ്റീവ് ഇമേജോടെ ആയിരിക്കും തിരിച്ചു വരുന്നത്. ഒരു കാരണവശാലും ബിഗ് ബോസിനെ നമുക്കറിയാം. ബിഗ് ബോസിൽ പോയവരൊക്കെ ഞാൻ കുറച്ച് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു. ബിഗ് ബോസിൽ പോയവരൊന്നും 99% ആൾക്കാരും തിരിച്ചിറങ്ങി വന്നത് ഒരിക്കലും അവരുടെ പോസിറ്റീവ് വശങ്ങളൊന്നും ആരും കാണാറില്ല. അവരുടെ നെഗറ്റീവ് മാത്രം ടാർഗറ്റ് ചെയ്ത് അവരുടെ കരിയർ തന്നെ നശിപ്പിച്ച ഒരു ഷോയാണ്. ഷോയെക്കുറിച്ച് നല്ല അഭിപ്രായം തന്നെയാണ്. എങ്കിൽ തന്നെ ഈ രേണു സുധി എന്ന വ്യക്തി ബിഗ് ബോസിൽ പോവുകയാണെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് ഒരു നെഗറ്റീവ് ആയിരിക്കും, ഒന്നീ പോസിറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് 99% നെഗറ്റീവ് വരാനാണ് സാധ്യത. കാരണം ഇവർ പറയുന്ന പല കാര്യങ്ങളും സമൂഹത്തിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളുമാണ്. ഇപ്പം ഞാൻ പറയാം, ഇവരുടെ ആദ്യത്തെ കേസ് എടുത്താൽ നമ്മൾ അറിയാം, കൊല്ലം സുധിയുടെ ഒരു സെക്കൻഡ് വൈഫ് എന്ന് പറയുന്ന ഒരു യുവതി സോഷ്യൽ മീഡിയയിലൊക്കെ അവർ പറയുന്നുണ്ട് പല കാര്യങ്ങളും. അപ്പം തന്നെ ഈ നമുക്കറിയാം, ലക്ഷ്മി നക്ഷത്ര കൊല്ലം സുധിയുടെ പെർഫ്യൂം കൊണ്ടുവന്നു. അതായത് കൊല്ലം സുധിയുടെ മണമുള്ള പെർഫ്യൂം എന്ന് പറഞ്ഞ് ഒരു പെർഫ്യൂം, അതായത് അതൊരു മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിരിക്കാം, അത് എന്തും ആയിക്കോട്ടെ, കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ആ പെർഫ്യൂമിനെ കുറിച്ച് രേണു സുധി വളരെ എൻ്റെ സുധിച്ചേട്ടൻ്റെ പെർഫ്യൂമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിൽ തന്നെ ആ ഒറ്റ ഇതിൽ തന്നെ ഇപ്പോൾ അവർ പറയുന്ന ആ പെർഫ്യൂമിന് വലിയ ഗുണമില്ല, അതൊരു നാറ്റമാണ്, അതെന്താണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നു. അത് രണ്ടാമത്തെ വേറൊരു കാര്യം എന്ന് ചോദിച്ചാൽ, ഇനി ഞാനൊരു കല്യാണം കഴിക്കത്തില്ല എന്ന് പറഞ്ഞ രേണു സുധി കഴിഞ്ഞ ദിവസം പറയുന്നു ഇനിയും കല്യാണം കഴിക്കാൻ സാധ്യതയുണ്ട്. അതായത് 1% സാധ്യത. ഇനി നാളെ അത് കല്യാണം കഴിച്ചെന്നിരിക്കും, അത് വേറെ കാര്യം. പക്ഷെ ഇങ്ങനെ രണ്ട് വള്ളത്തിൽ കാലി വെട്ടുന്ന ഒരാൾക്ക് ബിഗ് ബോസിൽ പോയി നിന്ന് ഒരിക്കലും മുന്നോട്ടൊരു ഇത് നടത്താൻ കഴിയില്ല. രണ്ടാമത്തെ കാര്യം, ഈ രേണു സുധി എന്നെ സുധിച്ചേട്ടൻ അങ്ങനെ ആയിരുന്നു, സുധിച്ചേട്ടൻ്റെ എന്നെ വാവാച്ചി എന്നാണ് വിളിക്കുന്നത്, അതൊക്കെ ശരി. ശരിക്കും ഒരു ഹസ്ബൻഡ് വൈഫ് റിലേഷൻ ശരിക്കും ഉള്ള ഒരാൾ സുധി മരിച്ചിട്ട് ഇപ്പം 2 വർഷമാകുന്നുള്ളൂ. 2 വർഷത്തിനോട് ഇപ്പുറം ഈ മറ്റൊരു പുരുഷനുമായിട്ട് ഇതുപോലെ, അതായത് ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കുന്നു. അതുപോരാഞ്ഞ് ദാസേട്ടൻ കോഴിക്കോട് എന്ന് പറയുന്ന ആളുമായിട്ട് വളരെ ഇതായിട്ട് അഭിനയിക്കുന്നു. അതൊക്കെ ഒരിക്കലും ഈ ബിഗ് ബോസ് എന്ന ഷോയെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമുക്ക് 2 വള്ളത്തിൽ, അതായത് നിലപാടെന്ന് പറയുന്ന ഒരു സംഗതി ഈ ബിഗ് ബോസ് ഷോയുടെ അത്യന്താപേക്ഷിതമാണ്. ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അതിൽ അവസാനം വരെ ആ നിലപാടിൽ മാറ്റം ഉണ്ടാകാൻ പാടില്ല. പിന്നെ എല്ലാ കാര്യങ്ങളും പ്രതികരിക്കുന്നത്, ഒരുപക്ഷെ ഈ കഴിഞ്ഞ ദിവസം ദയ അച്ചു എന്ന് പറയുന്ന ബിഗ് ബോസ് കണ്ടസ്റ്റൻസ്, പഴയ ഒരു കണ്ടസ്റ്റൻസ് ഒരു വീഡിയോ ഇട്ടു. ആ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ 100% അത് സമൂഹത്തിന് നമുക്ക് യോജിക്കുന്നൊരു കാര്യം. കാരണം എന്ന് ചോദിച്ചാൽ, നമ്മൾ വിചാരിക്കും അവർ പറയുന്ന കാര്യങ്ങൾ സത്യമാണ്. അവർ പറഞ്ഞത് ഇങ്ങനെയാണ്, അതായത് അവരൊരു ഷോർട്ട് ഫിലിം, അതായത് രേണു സുധി ഒരു ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ച പ്രതീഷ് എന്ന് പറയുന്ന യുവാവിന് അപ്പുറത്ത് ഇപ്പുറത്ത് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു, ബിരിയാണി അതൊന്ന് കഴിക്കുന്നു. അപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പ്രതീഷ് ഏതൊരു യുവാവ് തൻ്റെ വൈഫിനെ വിളിച്ച് കാണിക്കുകയാണ്, ഞാൻ രേണു സുധിക്ക് വാരി കൊടുത്തോട്ടെന്ന്. അപ്പം രേണു സുധിക്ക് കൈകൊണ്ട് ഇങ്ങനെ വാരി കൊടുക്കുന്നു. അതുപോലെ തന്നെ രേണു ഇവനും വാരി കൊടുക്കുന്നു. വാരി കൊടുത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഭാര്യ. ആ ഭാര്യയ്ക്ക് ഒരു 100% ഈ ലോകത്തിലെ
ഏതൊരു ആത്മാർത്ഥമുള്ള ഭാര്യയ്ക്കും സഹിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല ചെയ്ത്. കാരണം വീഡിയോ കോൾ ചെയ്ത് അങ്ങനെ ചെയ്യുമ്പോൾ കാരണം അവരുടെ മനസ്സിൽ ഒരിക്കലും അത് താങ്ങാൻ പറ്റത്തില്ല. ഇപ്പം ഉദാഹരണത്തിന് നമ്മുടെ ഭാര്യമാർ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. പക്ഷെ അത് രേണുസുതി ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അതുപോലെ തന്നെ പ്രതീക്ഷ എന്ന് പറയുന്നവനും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അവനൊക്കെ ഏത് മൈൻഡിൽ നിൽക്കുന്നവരാണെന്ന് നമുക്കറിയത്തില്ല. അവരുടെ ഷോർട്ട് ഫിലിമിൻ്റെയോ അല്ലെങ്കിൽ മറ്റൊന്നിൻ്റെയോ ഭാഗമല്ല. അവർ ജസ്റ്റ് ഒന്ന് കഴിച്ചപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മളിപ്പം അവർ രണ്ടാമത്തെ കാര്യം ദയാഴ്ച ചോദിക്കുന്നത് അങ്ങനെ ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റ് മെയിനായിട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ മോഹൻലാൽ ഏതെങ്കിലും ഒരു നടിക്ക് വാരി കൊടുക്കുന്നത് ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫംഗ്ഷനിൽ നമ്മൾ കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നടിക്ക് ഇല്ല, വാരി കൊടുക്കാറ്. അങ്ങനെ അവരുമായിട്ട് ചിലപ്പോൾ ഒരു 2 മിനിറ്റ് അടുത്ത് നിന്ന് സംസാരിക്കും, അല്ലാതെ ഒരു രീതിയിലുള്ള ഒരു ഇത് സംസാരിക്കത്തില്ല. സിനിമയിൽ അവർ ചിലപ്പം ചില ഇതൊക്കെ കാണിക്കും, പക്ഷെ നേർക്ക് നേരെ അല്ലെങ്കിൽ ക്യാമറയ്ക്ക് കഴിഞ്ഞ് ഒന്നും ചെയ്യാൻ പാടില്ല, ചെയ്യത്തില്ല. അതൊരു സത്യമാണ്. അത് ദയാച്ചു പറഞ്ഞതിനോട് 100% മലയാള സമൂഹം എല്ലാം യോജിക്കുന്നു. അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് രേണുസുതി അല്ലെങ്കിൽ ആ പ്രതീക്ഷ എന്ന് പറയുന്ന യുവാവും അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുപോലെ ഇനി ആവർത്തിക്കാതിരിക്കാന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമുക്ക് അറിയാം ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആത്മാർത്ഥമുള്ള ഭാര്യയും ഭർത്താവും ഒരിക്കലും അത് അംഗീകരിക്കത്തില്ല. രണ്ടാമത്തെ കാര്യം, രേണുസുതി എപ്പോഴും സുതിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് പല വീഡിയോസും ചെയ്യുന്നത്. വീഡിയോസ് അല്ല, ഇപ്പം ഞാൻ പറയാം, കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കൊണ്ട് സുതിയുടെ കല്ലറയ്ക്ക് നിന്ന് കരയുന്നതും അത് പേഴ്സണൽ കാര്യങ്ങൾ, അത് സോഷ്യൽ മീഡിയയെ വിറ്റ് കാശാക്കുക എന്നൊരു ഇതൂടെ അതിനകത്ത് വരുന്നുണ്ട്. കാരണം നമ്മൾ ഒരാളുമായിട്ട് അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫ് റിലേഷൻ അല്ലെങ്കിൽ അത് നമ്മളുടെ ജീവിതവുമായിട്ട് അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫുമായിട്ട് വളരെ ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അത് നമ്മൾ ഒരിക്കലും സോഷ്യൽ മീഡിയ വിറ്റ് കാശാക്കാനും അതിലൂടെ ഉപജീവനം നടത്താനും ഒന്നും കഴിയത്തില്ല. ഇപ്പം നമ്മൾ ഈ കൊല്ലം സുതി മരിച്ച് അദ്ദേഹം മരിച്ചു, അദ്ദേഹത്തിൻ്റെ ആ സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുക. എന്നിട്ട് ഇവര് ഷോർട്ട് ഫിലിമോ മറ്റേതൊക്കെ ചെയ്തോ, എന്നിട്ട് തന്നെ അയാളെ വിറ്റ് ഒന്നുകൂടെ കാശുണ്ടാക്കേണ്ട ഒരു കാര്യം വരുമ്പോഴാണ് സമൂഹം ഇവർക്കെതിരെ തിരിയുന്നത്. രണ്ടാമത്തെ കാര്യം, എന്ത് പറഞ്ഞാലും ഈ കൊല്ലം സുതി എന്ന് പറയുന്ന ആളുടെ ഒറ്റ ഇമേജിലാണ് ഈ രേണുസുതി എന്ന് പറയുന്ന ആള് ഈ ഇൻഡസ്ട്രി അല്ലെങ്കിൽ മീഡിയ അല്ലെങ്കിൽ ഇങ്ങനൊരു അറ്റൻഷനിലേക്ക് വരുന്നത്. കൊല്ലം സുതി എന്ന് പറയുന്ന ആർട്ടിസ്റ്റിന്റെ ഒരൊറ്റ വൈഫ് എന്നുള്ള ഒറ്റ ഇമേജാണ്. ഇവർ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ പറയുന്നു, ഞാൻ മാരേജ് ചെയ്ത് കഴിഞ്ഞാൽ രേണുസുതി എന്നുള്ള പേര് മാറ്റി വേറെന്തെങ്കിലും ആയിരിക്കും. അതോടൊപ്പം തന്നെ രേണുസുതി എന്നുള്ള പേര് മാറ്റി അല്ലെങ്കിൽ ഒരു സുതി എന്ന് പറയുന്ന ഒരാളെ കല്യാണം കഴിക്കുവാണെങ്കിൽ രേണുസുതി, അപ്പൊ ആ പേരിന്റെ ആവശ്യമില്ല. ഇവരുടെ ഏറ്റവും വലിയ അജണ്ട എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, ഈ കൊല്ലം സുതിയെ ഉപയോഗിച്ച് ഇവര് മാക്സിമം ഇവരുടെ പേരായി കഴിഞ്ഞു രേണു എന്ന പേര് ഇവര് മീഡിയയിൽ എത്തിക്കഴിഞ്ഞാൽ, ഇവർക്ക് നല്ല ഇമേജ് ആയി കഴിഞ്ഞാൽ കൊല്ലം സുതി എന്ന് പറയുന്ന ആളെ എടുത്ത് ചവറ്റുകുട്ടയിൽ എറിയും. എന്നിട്ട് ഇവരുടെ പേര് മറ്റൊരാളെ വിവാഹം കഴിച്ച് ഇവർ ജീവിക്കും. അപ്പം അതുവരെ ഈ ജനങ്ങളെ ഇവർ പറ്റിച്ചുകൊണ്ടിരിക്കുക എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഒരു ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ ഒരിക്കലും വെള്ള വസ്ത്രം ഉരുത്തി നടക്കണമെന്ന് ആരും പറയുന്നില്ല. പക്ഷെ ഈ ചില ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. ഭാര്യ ഭർത്താവ് ബന്ധം വളരെ പവിത്രമാണെന്ന് നമ്മൾ പറയുമെങ്കിലും അത് ഇവരുടെ ജീവിതത്തിൽ നമ്മൾ വേറൊരു കാര്യം നോക്കുകയാണ്. ഇവർക്കൊരു ഭർത്താവ് ഉണ്ടായിരുന്നു, ഞാലിയകുഴിക്കടുത്ത് ഇവർക്കൊരു ഭർത്താവ് ഉണ്ടായിരുന്നു. അത് എന്തോ കാരണം കൊണ്ട് അത് ഡിവോഴ്സായോന്നും അറിയില്ല. അതിനുശേഷം ഈ കൊല്ലം സുതി ഒരു ആർട്ടിസ്റ്റാണ്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ വൈഫിന് അത് നമുക്കറിയാം, ആദ്യത്തെ വൈഫ് മറ്റൊരാളോടെ പോയി. രണ്ടാമതൊരു കല്യാണം കഴിച്ച് ഇയാളുടെ സ്വഭാവത്തിന് അല്ലെങ്കിൽ ഇയാൾക്ക് അതുമായിട്ട് ഇവർക്ക് യോജിച്ച് പോകാൻ പറ്റാത്തതുകൊണ്ട് അതും ഡിവോഴ്സിന്റെ വക്കിലെത്തി. മൂന്നാമത് കല്യാണം കഴിച്ചാണ് രേണുസുതി. ഈ രേണുസുതി മാക്സിമം കൊല്ലം സുതി എന്ന് പറയുന്ന ബ്രാൻഡ് അല്ലെങ്കിൽ ആ പേരുണ്ടാക്കിയ ആ പേരിനെ യൂട്ടിലൈസ് ചെയ്ത് ഏറ്റവും കൂടുതൽ എവിടം വരെ എത്തുക എന്ന് പറഞ്ഞാൽ സിനിമ, ബിഗ് ബോസ് ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമിലെത്തി അവിടെ സ്റ്റേബിളായിട്ട് നിന്നുകൊണ്ട് ഈ സുതിയെ എടുത്ത് കളയുമെന്നുള്ളത് 100% ഉറപ്പാണ്. നിങ്ങൾ ഈ എന്നെ കേൾക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ 100% ഓർത്തോ, ബിഗ് ബോസിൽ പോയി ഒരു എൻട്രി കിട്ടി രേണു എന്നുള്ള പേരിൽ ഒരു എൻട്രി ആയി കഴിഞ്ഞാൽ സുതി എന്നുള്ള പേര് മാറ്റി
ഒരുപക്ഷെ അവർ മറ്റൊരു ഇൻഡസ്ട്രിയിൽ നിന്ന് നല്ലൊരു ആളെ കല്യാണം കഴിച്ച് രേണു എന്നുള്ള പേരിൽ അവരധികം താമസിക്കാതെ അവർ രേണു എന്നുള്ള പേരിൽ തന്നെ അവർ ഇൻഡസ്ട്രിയിൽ ഒരു സീരിയലിലോ അല്ലെങ്കിൽ സിനിമയിലോ എവിടെയെങ്കിലും ഒരു പ്ലാറ്റ്ഫോം എത്തിക്കഴിഞ്ഞ് ഈ സുധി എന്നുള്ള പേര് മാറ്റി അവർ മറ്റൊരാളെ കല്യാണം കഴിച്ച് ജീവിക്കും. അവർ കല്യാണം കഴിച്ച് ജീവിക്കുന്നതിനൊന്നും തെറ്റില്ല. പക്ഷെ ഈ കൊല്ലം സുധി എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിനെ വിറ്റാണ് ഇവരിപ്പം ജീവിക്കുന്നത്. വിറ്റ് ജീവിക്കുന്നതിന് പോരാഞ്ഞ് ആ വിറ്റ് ജീവിക്കുന്നതിനോടൊരു കടപ്പാടും ഇനി അവർ കാണിക്കത്തില്ല. അതുകൊണ്ട് 100% ഉറപ്പാണ്. അതിന് ഏറ്റവും വലിയ ഒരുപാട് തെളിവുകൾ അവരുടെ ഇന്റർവ്യൂ നമ്മൾ നോക്കിയാൽ അറിയാം. ഒരു ജെന്യുവിനായിട്ടുള്ള ഒരാൾ ഒരു കാരണവശാലും ഇങ്ങനത്തെ കാര്യങ്ങൾ കാണിക്കത്തില്ല. ഒന്നുകിൽ അവരെ ആരോ പ്രൊമോട്ട് ചെയ്ത് ഇതുപോലൊക്കെ കാര്യങ്ങളിലേക്ക് എത്തിക്കുന്നു, അല്ലെങ്കിൽ അവർ സ്വമേധയാ ചെയ്യുന്നു. ഒരുപക്ഷെ സോഷ്യൽ മീഡിയ ഒന്നും ഒരിക്കലും അവരെ അങ്ങോട്ട്. ഞാൻ പറഞ്ഞു വന്നത് ഇത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. കേരള സമൂഹത്തിൽ കുറച്ചെങ്കിലും ആൾക്കാർക്ക് വിവരമുള്ളവർ അത് സോഷ്യൽ മീഡിയയിലൊക്കെ കുറച്ച് പേരൊക്കെ പറയുന്നുണ്ട്, മറ്റു ചിലരും പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇതിൻ്റെ ഈ പാറ്റേൺ കാണുമ്പോഴേ മനസ്സിലാവും ഇത് സുധി എന്ന് പറയുന്ന ആളെ വെച്ച് ബ്രാൻഡ് ചെയ്ത് ഇവർ മുന്നേറി കഴിയുമ്പോൾ, അതായത് ഇത്തള് പോലെ അതായത് ഒരു ഇത്തള് എങ്ങനെയാണ് മരത്തിന്റെ വേരും അല്ലെങ്കിൽ മരത്തിന്റെ എല്ലാ ഇത് ഊറ്റിക്കുടിച്ച് അവസാനം ഇത്തള് നേരെ നിൽക്കുമെന്നാണ് ഇത്തളിന്റെ വിചാരം. പക്ഷെ ഒരു കാരണവശാലും ആ സുധി എന്ന കലാകാരനെ അല്ലെങ്കിൽ സുധി എന്ന് പറയുന്ന ആ ബ്രാൻഡ് ഒഴിവാക്കിയതുകൊണ്ട് ഇവര് ബിഗ് സീറോയാണ്. നമുക്ക് അതിന് ദയാച്ചു പറഞ്ഞതിനോടും മറ്റ് പല യൂട്യൂബർമാർ പറഞ്ഞതിനോടും 100% നമുക്ക് യോജിക്കാനേ പറ്റത്തുള്ളൂ. കാരണം ഇവർക്ക് 100% സ്റ്റെബിലിറ്റി ഇല്ലാത്ത പല കാര്യങ്ങളുമാണ്. സ്റ്റെബിലിറ്റി, അതായത് ബിഗ് ബോസ് ഷോയിൽ വേണ്ടത് എപ്പോഴും നിലപാടും സ്റ്റെബിലിറ്റിയും ഒരു കാര്യത്തോട് 100% കൂറ് പുലർത്തുകയും ചെയ്യുന്നവരെയാണ് ബിഗ് ബോസ് ഷോ അല്ലെങ്കിൽ ഷോയുടെ ഇന്ന് വരെയുള്ള ചരിത്രത്തിൽ അംഗീകരിച്ചിട്ടുള്ളത്. അതായത് ഇന്നൊരു കാര്യം പറഞ്ഞ് നാളെ മറ്റൊന്ന് പറഞ്ഞ് അങ്ങനല്ല. ഇപ്പം സുധിയെ മാത്രമേ ഞാൻ മറ്റുള്ള കല്യാണം കഴിക്കത്തില്ലെന്ന് പറഞ്ഞ് അവരോട് ഒരു ഇന്റർവ്യൂ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ വേറെ ചിലപ്പം കല്യാണം കഴിച്ചേക്കാം പറഞ്ഞു മനസ്സിലായി. ഒരു 100% ഒരു നിലപാടുള്ള ഒരാൾ ഒരിക്കലും അതിൽ നിന്ന് വ്യതിചലിക്കത്തില്ല. ഇത് ബിഗ് ബോസ് ഷോയിൽ എൻട്രി കിട്ടി അല്ലെങ്കിൽ എൻട്രി ചെയ്യുമ്പോഴുള്ള കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അല്ലാതെ ഇവരുടെ പേഴ്സണൽ ലൈഫിനെ ഇവർക്കിപ്പം കല്യാണം കഴിക്കുന്നതിനോടോ ഇവർക്ക് എങ്ങനെ ജീവിക്കുന്നതിനോടോ ഇവർക്ക് അതിൻ്റെ സ്വാതന്ത്ര്യമുണ്ട്. അവർക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പക്ഷെങ്കിൽ ഒരു ആർട്ടിസ്റ്റിനെ വെച്ച് ഇവർ വില പേശുന്ന പോലെ അവർ എന്താ പറയാം, സുധിയുടെ കഴിഞ്ഞ ഇവരുടെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ കിടക്കുന്ന ഞാൻ കുറച്ച് ഭാഗങ്ങൾ കണ്ടു. ആ സുധിയുടെ ആ കല്ലറയ്ക്ക് പോയി നിന്ന് ഇവരൊരു വീഡിയോ എടുത്തിടുന്നു. അവർ ജീവിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, ഇട്ടോട്ടെ, അത് നല്ല കാര്യം. പക്ഷെ ആ വ്യക്തിയോട് എന്തെങ്കിലും കടപ്പാടുണ്ടെങ്കിൽ ഇങ്ങനല്ല ചെയ്യുന്നത്. 100% നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ വ്യക്തിയോട് ഒരു കടപ്പാട് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കൂടെ 5 വർഷം ജീവിച്ചത് അല്ലെങ്കിൽ 1 വർഷമെങ്കിലും ജീവിച്ചത് ആ വ്യക്തിയോട് ആത്മാർത്ഥമായ സ്നേഹമുള്ളവരാണെങ്കിൽ ഇങ്ങനല്ല ചെയ്യുന്നത്. ആ വ്യക്തിയുടെ കല്ലറയ്ക്ക് കൊണ്ടുപോയി നാട്ടുകാരെ എല്ലാം കാണിക്കുന്ന ഒരു യൂട്യൂബ് ചാനലിലിട്ട് അതിൻ്റെ മുന്നിൽ കിടന്ന് കുറച്ച് നേരം കരഞ്ഞ് എന്തിനാണ് വെറുതെ കരയുന്നത്? ആ വ്യക്തി പോയി. പക്ഷെ ആ വ്യക്തിയോടുള്ള സ്നേഹം നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ മക്കളോട് അത് കാണിക്കണം. ആ മക്കളോട് കാണിക്കുന്നില്ലെന്നല്ല പറഞ്ഞേ, ആ രീതി കാണിച്ചാൽ മതി. ഇവരെന്നിട്ട് അത് കാണിക്കുന്നു. കൊല്ലം സുധിയുടെ ഫോട്ടോ വെച്ചോട്ടെ, നിങ്ങളുടെ വൈഫാണ്, നിങ്ങളുടെ ഭർത്താവാണ്, ശരി തന്നെ. എങ്കിൽ തന്നെ നാളെ അയാളെ എടുത്ത് കളയുമെന്നുള്ള രീതിയിലല്ലേ നിങ്ങൾ പറഞ്ഞത് കൊല്ലം ഞാൻ മറ്റൊരാളെ വിവാഹം കഴിച്ച സുധി എന്നുള്ള പേര് മാറ്റുമെന്ന്. അപ്പം നിങ്ങളെ ഇത്രയും, അതായത് നിങ്ങൾക്ക് ഇത്രയും പേരും നിങ്ങൾക്ക് ഒരു ഷോർട്ട് ഫിലിമിൽ പോലും അവസരം കിട്ടിയത് 100% ഈ കൊല്ലം സുധി എന്നുള്ള ആർട്ടിസ്റ്റിന്റെ വൈഫ് എന്നുള്ള ഒറ്റ പ്രതീതി കൊണ്ടാണ്. അയാളെ ഒരു 10 പേര് അംഗീകരിക്കുന്നുണ്ട്. അയാളുടെ കോമഡികൾ പലർക്കും കാണാൻ ഇഷ്ടമുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ട് അദ്ദേഹത്തിന്റെ അനുസ്മരണം അല്ലെ ചരമദിനത്തിൽ നിങ്ങൾ കുറെ കോമാളി ആർട്ടിസ്റ്റുകളെ അല്ലെങ്കിൽ നല്ലൊരു ആർട്ടിസ്റ്റിനെ വിളിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അതായത് അദ്ദേഹത്തിന്റെ കൂടെ ഫ്ലവേഴ്സിലോ മറ്റടുത്തോ പോയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിനെ വിളിച്ച് നിങ്ങളുടെ സന്തോഷത്തോടെ ചെയ്യുന്നതിന് പകരം അലിൻ ജോസ് അങ്ങനെയൊക്കെയുള്ള അലിൻ ജോസ് ചെറിയ ആളാണെന്നില്ല, എനിക്ക് ഒരു ചെറിയ രീതിയിൽ എന്തൊക്കെയോ കാണിച്ചു. നിങ്ങളത് മീഡിയ പ്രസൻസിന് വേണ്ടി നിങ്ങൾക്ക് എന്തോ നഷ്ടം സംഭവിച്ചു എന്നുള്ള രീതിയിൽ അത് കാണിക്കുന്നത് അതൊക്കെ തെറ്റായ ഒരു കാര്യമാണ്. ഒരു തെറ്റായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്തൃ ബന്ധം നല്ല രീതിയിലുള്ള ഒരാൾക്ക് അങ്ങനെ ഒരിക്കലും ചെയ്യത്തില്ല.
ഇപ്പം നിങ്ങൾ ഏതെങ്കിലും നാട്ടിൽ കേരളത്തിൽ ഇന്ന് വരെ എവിടെയെങ്കിലും ഇതുപോലെ സംഭവിച്ചിട്ടുണ്ടോ നിങ്ങൾ നോക്ക്. ഉദാഹരണത്തിന് കലാഭവൻ മണി, അദ്ദേഹം വലിയൊരു ആർട്ടിസ്റ്റാണ്. അദ്ദേഹത്തിന്റെ വൈഫ് ഇന്ന് വരെ ചരമദിനങ്ങളൊക്കെ അവരും ഇതിലും ഗംഭീരമായിട്ട് നടത്തിയിട്ടുണ്ട്. ഗംഭീരമായിട്ട് ആ കലാഭവൻ മണി ഫൗണ്ടേഷൻ ആർട്ട് ഇത് അവാർഡ് ദാന ചടങ്ങ് വരെയുണ്ട്. എങ്കിലും കലാഭവൻ മണിയുടെ വൈഫ് ഇതുവരെ ഏതെങ്കിലും മീഡിയ പ്രസൻസിൽ ഇങ്ങനെ വന്നിട്ടുണ്ടോ? അതുപോട്ടെ, ഒത്തിരി ആർട്ടിസ്റ്റുകൾ മരിച്ചു. അവരുടെ ഒന്നും ഒരിക്കലും ഇങ്ങനെ അവരുടെ ആ സിമ്പതി അല്ലെങ്കിൽ അവരുടെ ആ ഫെയിം വിറ്റ് ഒരിക്കലും കാശാക്കാൻ ശ്രമിച്ചിട്ടില്ല. ഫെയിം വിറ്റിട്ടുണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ കല്ലറക്കി കൊണ്ടുപോയി അതുകൂടെ കാണിച്ച് അത് ചെയ്യുന്നത് ഏറ്റവും വലിയ ചെറ്റത്തരവ. അത് അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. ഇനിയുള്ള ഒരു സമൂഹത്തിൽ പോലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ നിങ്ങൾ ഷോർട്ട് ഫിലിം ചെയ്തു, നിങ്ങളുടെ ഇമേജ് ഉപയോഗിച്ച് നിങ്ങൾ ഷോർട്ട് ഫിലിം ചെയ്യുക. നിങ്ങളുടെ വൾഗറായിട്ടോ എന്ത് വേണമെങ്കിലും നിങ്ങൾ കാണിച്ചു. ഒരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ അയാൾ മരിച്ചുപോയി, അയാൾ മരിച്ചത് സ്വാഭാവിക മരണമല്ല, അയാൾക്ക് പെട്ടെന്നുണ്ടായ ഒരു അപകടമാണ്. അതിലൂടെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട രണ്ട് പേരുണ്ട്. അതുപോലെ തന്നെ അവരുടെ കൂടെ ജോലി ചെയ്ത പലരുമുണ്ട്. അയാളുടെ കൂടെ ആ കൊല്ലം സുധിയുടെ കൂടെ ജോലി ചെയ്ത പല ആർട്ടിസ്റ്റും ഉണ്ട്. ലെൻസനുണ്ട്, പാഷാണം ഷാജി, മറ്റു പലരും ഉണ്ട്. അവർക്കൊക്കെ ഇത് കാണുമ്പോൾ അതിശയത്തോടെ അവർ നോക്കുന്നത്. അവർക്കൊക്കെ സത്യം എന്തുകൊണ്ടാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ആ പാഷാണം ഷാജി ഇവരൊക്കെ കൊല്ലം സുധിയുടെ നല്ലൊരു ചരമം നല്ലൊരു കാര്യത്തിനെ വിളിക്കുന്നെങ്കിൽ ഇവരെല്ലാം ഓടിയെത്തും. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ അവരെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷെ അവർ വരത്തില്ല. അവരാരും ഈ കൊല്ലം സുധിയുടെ നിങ്ങൾ വിളിക്കുന്ന ഒരു ചടങ്ങിലേക്ക് കൊല്ലം സുധിയുടെ ഒരാവശ്യത്തിനും വരത്തില്ല. കാരണം നിങ്ങൾ ഈ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങളൊക്കെ സമൂഹം കണ്ടുകൊണ്ടായിരിക്കുന്നു. നിങ്ങളുടെ ഓരോ ചലനങ്ങളും നിങ്ങൾ കിടന്ന് ഡാൻസ് കളിക്കുന്നു, നിങ്ങൾ ഡാൻസ് കളിച്ചു, നിങ്ങൾ കിടന്ന് ഡോറിൽ കിടന്ന് ഡാൻസ് കളിക്കുന്നു, അവിടെ കിടന്ന് ഡാൻസ് കളിക്കുന്നു, ഇവിടെ കിടന്ന് നിങ്ങൾ ചെയ്തോ, നിങ്ങൾ ഷോർട്ട് ഫിലിമിനോ അതിനു വേണ്ടിയോ ഒക്കെ ചെയ്തോ. പക്ഷെങ്കിൽ നിങ്ങൾ ആ സുധി എന്ന് പറയുന്ന വ്യക്തിയോട് നിങ്ങൾക്ക് അല്പമെങ്കിലും മനസ്സിന്റെ ഉള്ളിൽ സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യത്തില്ല. നിങ്ങൾ മാന്യമായിട്ട് ഷോർട്ട് ഫിലിം ചെയ്യുന്നേ, ഷോർട്ട് ഫിലിം ചെയ്യും, നിങ്ങൾ റീൽസ് ചെയ്യും, എല്ലാം ചെയ്യും. പക്ഷെ ഇങ്ങനത്തെ റീൽസുകളല്ല ചെയ്യുന്നത്. നിങ്ങൾ നല്ല റീൽസുകളുണ്ട്, നിങ്ങൾ നോക്കൂ. ഈ യൂട്യൂബ് വീഡിയോസിലും ഇൻസ്റ്റാഗ്രാം വീഡിയോസിലും നല്ല ഷോർട്ട് ഫിലിംസ് നല്ല രീതിയിലിട്ട് നല്ല രീതിയിൽ റീച്ചായി എത്രയോ യുവാക്കളുണ്ട്. അവർ സിനിമയിൽ തന്നെ നല്ല എൻട്രി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങനത്തെ കോപ്രായങ്ങളൊന്നും ആർക്കും കാണിക്കേണ്ട കാര്യമില്ല. ഞാൻ ഇത്രയും പറയുന്ന കാര്യം, കൊല്ലസു എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് അയാളുടെ പേഴ്സണൽ ലൈഫിൽ പല കാര്യങ്ങൾ കാണും, പക്ഷെ അയാളുടെ സമൂഹം അംഗീകരിക്കുന്ന ഒരു ലെവലുണ്ട്. അതുകൂടെ കളഞ്ഞു കുളിക്കുന്ന ഒരു രീതിയിലാണ് അദ്ദേഹത്തിന്റെ വൈഫ് എന്ന് പറയുന്ന നിങ്ങൾ കാണിക്കുന്നത്. ഞാൻ പലപ്പോഴും ചിന്തിച്ചു, എന്തുകൊണ്ടാണ് കൊല്ലം സുധിയുടെ സെക്കൻഡ് വൈഫ് അവരെന്തിനാണ് മീഡിയയ്ക്ക് ഇത്രയും അറ്റൻഷൻ? അവരുടെ മുഖം പോലും കാണിക്കാൻ താല്പര്യമില്ല. അവർ ജസ്റ്റ് കാര്യങ്ങൾ മാത്രം ഒരു ചാനലിൽ പറഞ്ഞു. എന്തുകൊണ്ടാണ് അവർ പറഞ്ഞതെന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, നിങ്ങൾ ഈ കാണിക്കുന്ന കോപ്രായങ്ങൾക്കും ഒന്നുകിൽ 5 വർഷം ജീവിച്ച് ഉപേക്ഷിച്ച ഒരു സ്ത്രീ ആണെങ്കിൽ അവർക്കും ഇത് കൊള്ളുന്നുണ്ട്, അവർക്കിത് വേദന ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും അവർ ഇത്രയും കൂടുതൽ രേണുസുധി പറയുന്ന പല കാര്യങ്ങളും തെറ്റാണ് എന്ന് പറയാൻ കാരണം അവര് ഒരിക്കലും അവരുടെ മുഖം കാണിക്കാനോ അവർക്ക് മറ്റൊന്ന് ഫെയിമിനോ വേണ്ടിയല്ല അവർ പറയുന്നത്. അവർ ഫോൺ സംഭാഷണത്തിൽ മാത്രം പറഞ്ഞ് അവരൊതുക്കുമായിരുന്നു. വേറൊരു കാര്യം ചിന്തിച്ചാൽ, നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഈ കൊല്ലം സുധിയുടെ മോൻ അവൻ സത്യത്തിൽ ഇച്ചിരൂടെ അറിവായി, അവൻ ഇച്ചിരി ഒരു പക്വതയായി കഴിയുമ്പോൾ അവന് ഈ അപ്പനെ കുറിച്ച് ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളിൽ പല കാര്യങ്ങളും എതിർക്കേണ്ട വരും. കാരണം ഇതങ്ങനെയാണ്. ഒരു മോനും അല്ലെങ്കിൽ ഒരു ആൾക്കും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് കൊല്ലം സുധി എന്ന് പറയുന്ന ആർട്ടിസ്റ്റിന് ഒരിക്കലും അയാളുടെ പേര് നിലനിൽക്കട്ടെ, അയാളുടെ പേര് ഇങ്ങനെ അവസാനം തീരാതിരിക്കട്ടെ. പിന്നെ പലരും പറയും ജീവിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്, ജീവിക്കാൻ വേണ്ടിയാണ്. ഈ കേരള സമൂഹത്തിൽ എത്രയോ പേര് ജീവിക്കുന്നുണ്ട്, എന്തെല്ലാം ജോലികൾ ചെയ്ത്. ഞാൻ ഒരിക്കൽ ഒരു ഇന്റർവ്യൂ രേണുസുധി പറയുന്നത്, എനിക്ക് അഭിനയിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. രേണുസുധി ഇത്രയും നാളും ജീവിച്ചത് അഭിനയിച്ചുകൊണ്ടാണോ? ഒരിക്കലുമല്ല. ഇത് ഫെയിം കിട്ടാൻ വേണ്ടി സുധിയെ ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഫെയിം കിട്ടിക്കഴിയുമ്പം ഇത് ചവറ്റുകുട്ടയിൽ എറിയുമെന്നുള്ള 100% ഉറപ്പ്. ഫെയിമിന് വേണ്ടി ചെയ്യുന്ന ഡ്രാമ മാത്രമാണ് ഇതെന്നാണ് എൻ്റെ അഭിപ്രായം. വെറും ഫെയിം. രേണുസുധി എന്ന് പറയുന്ന ആള്
ഫെയിമിന് വേണ്ടി. സത്യത്തിൽ രേണു ഈ പുള്ളിക്കാരൻ മരിച്ചില്ലായിരുന്നു ഇവരിപ്പോഴും ഇതുപോലെ തന്നെ ജീവിച്ചാണ്. പക്ഷെങ്കിൽ മരിച്ചുകൊണ്ട് ഫെയിം എന്ന് പറയുന്ന ഒറ്റ ഒരു കാരണം, അതായത് മീഡിയ മുമ്പിൽ താൻ വലിയ ആളാണ്, താൻ ഒരു നടിയാകണം, ആർട്ടിസ്റ്റ് ആകണം, ഭയങ്കര ഒരു സംഭവമാകണം എന്നൊറ്റ ഒരു അജണ്ടയോടെ മാത്രം ചെയ്യുന്ന ആരെന്ന് പറഞ്ഞാൽ പൊറോട്ട നാടകത്തിൻ്റെ അതേ പ്രതീതിയാണ് ഇപ്പോൾ ഇതിനകത്ത് കാണിക്കുന്നത്. ഈ സോഷ്യൽ മീഡിയ തുറന്നാൽ തന്നെ എന്തെല്ലാം കോമഡികൾ, കോമാളിത്തരങ്ങളാണ് കാണിക്കുന്നത്. ഞാനിപ്പോൾ ഓർക്കണം, ആ പ്രജീഷ് എന്ന് പറയുന്ന ഒരു കോമാളി ചെറുക്കനൂടെ ഇതിനകത്തുണ്ട്. അവനൊക്കെ വിചാരിച്ചേക്കുന്ന അവനൊക്കെ ഏതാണ്ട് വലിയ ആർട്ടിസ്റ്റാണ്. ഒരു ആർട്ടിസ്റ്റുമല്ല. ഇപ്പം നിങ്ങൾ മറ്റുള്ള ആർട്ടിസ്റ്റിനെ കണ്ടുപിടിക്കണം. എന്താണ് സിനിമ, എന്താണ് ഷോർട്ട് ഫിലിം, എന്താണ് ആൽബം, എങ്ങനെയാണ് അഭിനയം, എന്താണ് ചെയ്യേണ്ടത്, നിങ്ങൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്, സോഷ്യൽ മീഡിയയിൽ എങ്ങനെ, നിങ്ങളത് ഒരു പക്ഷെങ്കിൽ എവിടെയെങ്കിലും പോയി മനസ്സിലാക്കുക. എന്നിട്ട് വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. നിങ്ങളെ എസ്റ്റിമേറ്റ് ചെയ്യുന്ന, നിങ്ങളെ ഒരുപക്ഷെ നിങ്ങളുടെ വീഡിയോസ് നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങളുടെ വീഡിയോസ് 2mm 1mm ഒക്കെ കടന്ന് നിങ്ങളെ ഇത് നിങ്ങൾ എന്തായി കാണിച്ചു വെച്ചേക്കുന്നത് ജസ്റ്റ് കാണാൻ വേണ്ടിയാണ്. കുറച്ച് കണ്ടു കഴിയുമ്പോൾ നിങ്ങളുടെ ഈ പരിപാടി ആൾക്കാർ കാണത്തില്ല, നിങ്ങളെ വെറുത്തു വിടും ആൾക്കാർ. നിങ്ങളൊരു പക്ഷേ അതേക്കുറിച്ച് നല്ല കണ്ടന്റ് ഉള്ള നല്ല രീതിയിൽ നിങ്ങൾ ഷോർട്ട് ഫിലിം വീഡിയോസ് ചെയ്ത് ചിലപ്പോൾ ആദ്യം ആൾക്കാർ കാണത്തില്ല, പിന്നീട് നിങ്ങൾക്ക് നല്ല ഫെയിം കിട്ടും. അല്ലാതെ നിങ്ങളാരും ഇങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അത് ഭാര്യ മരിച്ചാലും ഇനി ഭർത്താവ് മരിച്ചാലും അവരുടെയൊക്കെ ഫെയിം വെച്ച് വലിയ ആളായിട്ട് ഞാൻ ഇനിയും അടുത്തൊരാളെ കല്യാണം കഴിക്കും, അപ്പം സുധി എന്നുള്ള പേര് ഞാൻ മാറ്റും എന്നൊക്കെ പറയുമ്പോഴത്തേന് അത് നമുക്കറിയാം. അത് അങ്ങനെയൊക്കെ ഈ ഇന്റർവ്യൂ ഒക്കെ കണ്ടിട്ടായിരിക്കും ആൾക്കാർ ഈ ബിഗ് ബോസ് ഷോയിൽ എൻട്രി കിട്ടിയാലും ബിഗ് ബോസ് ഷോയിൽ എത്തുന്നവരെ നമ്മൾ വിലയിരുത്തുന്നത് 100%. അതിൽ ഒരാഴ്ച ഇപ്പം ഞാനിപ്പം പറയുന്നത് നിങ്ങളാരും ഇത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ബിഗ് ബോസ് ഷോയിൽ എപ്പോഴെങ്കിലും ഈ രേണു സുധി എന്ന് പറയുന്ന ആൾ എൻട്രി ആയാൽ ആദ്യത്തെ ഇതിന് തന്നെ ഔട്ടാവും. കാരണം ഇതുപോലുള്ള കാര്യങ്ങളാണ് സമൂഹം അനലൈസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ബിഗ് ബോസ് ഷോ കാണുന്നവർ മണ്ടന്മാരൊന്നുമല്ല, വോട്ട് ചെയ്യുന്നവരും മണ്ടന്മാരല്ല. ഇതേക്കുറിച്ച് രേണു സുധി എന്ന് പറയുന്ന ആളെക്കുറിച്ച് ആദ്യം മുതൽ അവസാനം വരെ കേരള സമൂഹം കണ്ടുകൊണ്ടിരിക്കുക. നമ്മളറിയാം സുധിയുടെ മരണത്തിന് അവിടെ കിടന്ന് കരഞ്ഞ്, അല്ലെങ്കിൽ സുധിയെ വളരെ ഇതായിട്ട് കരുതിയ ആ രേണു സുധിയും ഇപ്പോഴത്തെ രേണു സുധിയും വെച്ച് നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് മാറ്റം ഉണ്ടായി. മാറ്റം നല്ലതാണ്, ഒരിക്കലും കരഞ്ഞു ഇരിക്കേണ്ട കാര്യമില്ല. പക്ഷെങ്കിൽ നമ്മൾ ഒരാളോട് എപ്പോഴും ആത്മാർത്ഥതയും കടപ്പാടും ഉണ്ടെങ്കിൽ ആ ആത്മാർത്ഥതയും കടപ്പാടും നമ്മൾ മരിക്കുന്നവരെ അതുണ്ടായിരിക്കണം. അല്ലാതെ ഇടയ്ക്ക് വെച്ച് സുധി എന്നുള്ള പേര് ഞാൻ മാറ്റി ഞാൻ വേറെ കല്യാണം കഴിക്കും എന്നൊക്കെ പറയുന്നതിനോട് ഒരിക്കലും യോജിക്കാൻ ബിഗ് ബോസ് ഷോയിൽ എത്തുന്ന ഒരാൾക്ക് യോജിക്കാൻ പറ്റത്തില്ലെന്ന് മാത്രമല്ല. നിങ്ങൾ ഇനിയും എന്നൊരു കാര്യം കൂടെ പറയുന്നു, നിങ്ങൾ കല്യാണം കഴിക്കുകയോ നിങ്ങൾ മറ്റ് പല ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കുകയോ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, അത് നിങ്ങളുടെ പേഴ്സണൽ ചോയ്സാണ്. പക്ഷെങ്കിൽ ഈ കേരള സമൂഹം നിങ്ങളെ വിലയിരുത്തുന്ന വേറൊരു പാറ്റേൺ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ. അപ്പോൾ അവരെന്ത് ചെയ്താലും നമുക്കതിനെപ്പറ്റി യോജിക്കാം. സമൂഹത്തിൽ ഇപ്പോൾ എന്തുകൊണ്ടായത് നിങ്ങൾ പറഞ്ഞു നിങ്ങൾ ചിന്തിക്കും. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ജീവിക്കുന്നത് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ ഉള്ളിടത്തോളം കാലം നിങ്ങളെ ഞങ്ങൾ വിലയിരുത്തും. കാരണം നിങ്ങളല്ലെങ്കിൽ വീട്ടിലിരുന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നു. സോഷ്യൽ മീഡിയയിൽ ഈ ഷോർട്ട് ഫിലിമുമായിട്ട് വന്നാൽ അത് റിവ്യൂ ചെയ്യും. അത് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലുള്ളവർ പറയുക തന്നെ ചെയ്യും. അത് പറയാതിരിക്കത്തില്ല. അത് പറയുമ്പോൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാനുള്ള കഴിവും കൂടെ നിങ്ങൾ നേടണം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ സോഷ്യൽ മീഡിയയിലുള്ളവർ പലതും പറയും. അത് അവർക്ക് ഇഷ്ടപ്പെടാത്ത പലരുടെ അഭിപ്രായങ്ങൾ പറയും. അതൊക്കെ അക്സെപ്റ്റ് ചെയ്യാനുള്ള കഴിവ് നിങ്ങൾ നേടിയിരിക്കണം. അല്ലാത്തവർ ഈ സോഷ്യൽ മീഡിയയിലോട്ട് വന്നിട്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഷോർട്ട് ഫിലിം ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിലെ ഷോർട്ട് ഫിലിം ഇടുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തമായിട്ട് പ്ലാറ്റ്ഫോമിലോ മറ്റിടത്തോ ടി.വി ചാനലിലോ ഒന്നും അല്ലല്ലോ. നിങ്ങളെല്ലാം ഇട്ടേക്കുന്ന യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങളല്ലേ. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാർ പറയും അതങ്ങനെ ചെയ്ത് ശരിയല്ല, ഇങ്ങനെ ചെയ്ത് ശരിയല്ല എന്ന് പറയാനുള്ള റൈറ്റ്സ് അവർക്കും ഉണ്ട്. ഒരു കാരണവശാലും അവരോട് അല്ലെങ്കിൽ പിന്നെ എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് പറയുന്നു. ഇപ്പം നിങ്ങളൊരു ആൽബത്തിൽ അഭിനയിച്ച് ഈ ആൽബം പിടിക്കുന്ന ആളല്ലേ, ആൽബം പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടാണ് അതിൻ്റെ വരുമാനത്തിൽ നിന്നാണ് അവർക്ക് പൈസ കിട്ടുന്നത്. അതിൻ്റെ ഒരു വീതമാണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർ കാണുന്നതാണ്. അവരിൽ നിന്ന് ഒരു പരസ്യം കാണുന്നതിനനുസരിച്ചാണ് നിങ്ങളിൽ എത്തുന്ന പൈസ.
അപ്പം നിങ്ങളെ വിമർശിക്കപ്പെടും, ആ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും വിമർശിക്കപ്പെടും. പക്ഷെ അതേ സംബന്ധിച്ച് സിനിമയിലാണെങ്കിലും വിമർശിക്കപ്പെടും. കാരണം സിനിമയിലും ഇതുപോലെ തന്നെ ജനങ്ങളാണ്. അപ്പം ജനങ്ങളാണ് എന്തും. ആ ജനങ്ങളെ വെറുപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ മുഖത്ത് പൊടിവാരി ഇട്ടുകൊണ്ട് ഒന്നും നേടാൻ പറ്റത്തില്ല. ജനങ്ങളുടെ മുമ്പിൽ ഞാൻ നേരെ പോ എന്നുള്ള രീതിയിൽ നിൽക്കുവാണെങ്കിൽ ജനങ്ങളും അതുപോലെ തന്നെ നിങ്ങളോടൊപ്പം നിൽക്കും. അല്ലാത്ത പക്ഷം നിങ്ങളോട് ഒരു കാരണവശാലും ഒരു വ്യക്തി പോലും നിങ്ങളുടെ കൂടെ നിൽക്കത്തില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. ബിഗ് ബോസ് ഷോയിലാണെങ്കിലും നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ആൽബങ്ങളും ഷോർട്ട് ഫിലിമും ഇട്ടാലും നിങ്ങളോട് കൂടെ നിൽക്കണമെങ്കിൽ നിങ്ങൾ ജെനുവിൻ ആയിരിക്കണം. നിങ്ങളൊരു കപടമായിട്ട് നിങ്ങളുടെ ചില കാര്യങ്ങളൊക്കെ കാണിച്ച്, നിങ്ങളെ പൊള്ളയായ കാര്യങ്ങളൊക്കെ കാണിച്ച് ജനങ്ങളെ പറ്റിക്കുന്ന ഒരു രീതിയാണെങ്കിൽ ജനങ്ങളും നിങ്ങളെ പറ്റിക്കും. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നിങ്ങൾ ആദ്യം കുറേ ഷോർട്ട് ഫിലിമൊക്കെ അഭിനയിച്ച് 10 പേരും അല്ലെങ്കിൽ 1 മില്യനും 2 മില്യനും കാണും. രണ്ടാമത്തെ മൂന്നാമത്തെ പിന്നെ ഇനി വരട്ടെ, തുടർത്തിട്ട് വരട്ടെ, ആൾക്കാർ കാണത്തില്ല. ആൾക്കാർ അത് അവോയ്ഡ് ചെയ്യും, നിങ്ങളെ തന്നെ അവോയ്ഡ് ചെയ്യും. അതിന് ഏറ്റവും വലിയ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. നിങ്ങൾ പുറകോട്ട് ഈ സോഷ്യൽ മീഡിയയിൽ ഹൈ ആയിട്ട് നിന്ന് ഒരുപാട് പേരുടെ എടുത്ത് നോക്കൂ. അതുകൊണ്ട് നിങ്ങൾ ജെന്യുവിനായി നിൽക്കാൻ എപ്പോഴും ശ്രമിക്കുക. നിങ്ങളുടെ ഈ ജെന്യുവിനിറ്റിയാണ് ബിഗ് ബോസ് ഷോയ്ക്ക് ഏറ്റവും നല്ലത്. നിങ്ങൾ ബിഗ് ബോസിൽ എത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം. നിങ്ങൾക്ക് മറ്റൊന്നുമല്ല, നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളെ വിമർശിക്കുക മാത്രമാണ് ഞാൻ ചെയ്തത്, മറ്റൊന്നുമല്ല. നിങ്ങൾ ബിഗ് ബോസ് ഷോയിലെത്തി നല്ല വിന്നറാകാൻ തന്നെ നിങ്ങളുടെ നിലപാടുകൾ സ്ട്രോങ് ആയി നിർത്തി മുന്നോട്ട് പോകുക, അത്ര തന്നെ.